കാലത്ത് തന്നെ കൈക്കോട്ടും എടുത്ത് ഹരിയേട്ടൻ പറമ്പിലോട്ട് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് കുറച്ച് അലസതയും കുഴപ്പവും ഒക്കെ കൂടുതലായിരുന്നു. കാലത്ത് എണീക്കാനും വൈകി, ജോലിയും വൈകി. അപ്പോഴേക്കും വീട്ടാവശ്യത്തിന് വെച്ച ഇഞ്ചി കുറച്ച് ഹരിയേട്ടൻ കിളച്ചെടുത്തിരുന്നു. ഉദ്ദേശം കുറച്ച് ചുക്കുണ്ടാക്കി വെക്കുക എന്നത് തന്നെ. വീട്ടാവശ്യത്തിനുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇഞ്ചി എന്നും ഉണ്ടാക്കും. അതിൽ നിന്ന് കുറച്ച് ചുക്കാക്കി വയ്ക്കും, കുറച്ച് വിത്തിനും എടുക്കും. ഇനി കുറച്ച് ചുക്കുണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇഞ്ചി ചുരണ്ടുക എന്നത് എനിക്ക് ഇത്തിരി മടിയുള്ള കാര്യമാണ്. കാരണം ഇഞ്ചി ചുരണ്ടി തുടങ്ങിയതും അതിൻ്റെ നീര് മുഖത്തും കണ്ണിലും ഒക്കെ തെറിക്കും. അതോടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ അങ്ങോട്ട് മാറി മാറി വരും. ചിലപ്പോൾ തോന്നും, എന്തിനാ ഇതൊക്കെ, ചുക്കുണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ. എന്നാൽ മഴക്കാലം തുടങ്ങിയാൽ മതി തുമ്മലും ചീറ്റലും തുടങ്ങാൻ. അപ്പം തുടങ്ങും ചുക്കുകാപ്പി ഉണ്ടാക്കാൻ. ഇവിടെ ഞങ്ങൾ പനിയുടെയും ജലദോഷത്തിൻ്റെയും പ്രാരംഭഘട്ടത്തിൽ ആദ്യം പരീക്ഷിക്കുന്ന ഒരു മരുന്നാണ് ഈ ചുക്കുകാപ്പി. ചുക്ക്, കുരുമുളക്, തിപ്പലി, ശർക്കര, കാപ്പിപ്പൊടി, തുളസിയില ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ചുക്കുകാപ്പി കുടിച്ചാൽ സാധാരണ ചെറിയ പനിയും ജലദോഷമൊക്കെ അവിടെ നിൽക്കും. നിൽക്കാത്ത പനിയാണെങ്കിൽ വെച്ചിരിക്കില്ല, ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കിളച്ചെടുത്ത ഇഞ്ചിയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്താണ് ചുക്കുണ്ടാക്കുന്നത്. വീട്ടാവശ്യത്തിനായതുകൊണ്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് തൊണ്ട് കളയുന്നത്. വിപണന ആവശ്യത്തിനാണെങ്കിൽ ഇഞ്ചി പൊട്ടാതെ വേണം തൊണ്ട് കളയാൻ. പൊട്ടാതെ ഉണക്കിയെടുത്ത ചുക്കിനെ മാർക്കറ്റിൽ വില കിട്ടുകയുള്ളൂ. കൊടുക്കാനാണെങ്കിൽ ഇത്രയും മുഴുവനായിട്ടൊന്നും തൊണ്ട് കളയില്ല. ഇഞ്ചിയുടെ മുകൾ ഭാഗത്തെ തൊണ്ട് മാത്രം വെറുതെ ഒന്ന് ചുരണ്ടി പുക കൊള്ളിച്ച് വെയിലത്തിട്ട് ഉണക്കി മാർക്കറ്റിൽ കൊടുക്കും. ഇവിടുത്തെ അച്ഛനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പറമ്പിൽ കുറേയധികം ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഇഞ്ചി പുഴക്കാനും ചുരണ്ടാനും ഉണക്കാനും ഒക്കെയായി ധാരാളം ആളുകളും പണിക്കുണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രം. അപ്പോൾ ചുരണ്ടിയെടുത്ത ഇഞ്ചി കഷ്ണങ്ങളെ നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. നന്നായി കഴുകിയെടുത്തില്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ അങ്ങനെ നിൽക്കും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചുക്ക് ഇങ്ങനെയൊന്നും അല്ല നമുക്ക് കിട്ടുക. അതായത് എങ്ങനെയൊക്കെ ആയിരിക്കും ഉണക്കുക എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ നോക്കിയാൽ പിന്നെ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനവും വാങ്ങാനും സാധിക്കില്ല. എന്തായാലും ഞാൻ ചുരണ്ടിയ ഇഞ്ചികളൊക്കെ ഒരു താലത്തിലിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. വെയിലിൻ്റെ കടുത്ത ചൂട് കാരണം ഒരു ദിവസം ഇട്ടതും കുറച്ചൊക്കെ വാടിയിട്ടുണ്ട്. അങ്ങനെ 5-6 ദിവസം ഇഞ്ചി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ ഇഞ്ചിയുടെ രൂപവും ഭാവവും ഒക്കെ മാറി ചുക്കായി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി ഇതിനെ ചെറിയൊരു ഡബ്ബയിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം നന്നായി വരണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്